ഹലോ, ഇന്ന് നമ്മൾ ഒരു എഗ് മസാലയാണ് ചെയ്യാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4-5 മുട്ടയൊക്കെ ഒന്ന് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കതിൻ്റെ ആ മുട്ടയൊക്കെ ഒന്ന് ആദ്യം ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ നമ്മൾ ഒരു 3/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് ആ എണ്ണയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഈ മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അത് കഴിയുമ്പോൾ നമ്മൾ ഈ എണ്ണയിലേക്ക് നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട ഒന്ന് ഹാഫായിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. ആദ്യം ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ഒരു ചെറിയൊരു ബ്രൗൺ കളറാകുന്നവരെ നന്നായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്യുക. അത് കഴിയുമ്പോൾ ഇതുപോലെ ഒന്ന് മറിച്ചിട്ടിട്ട് രണ്ട് പുറവും ഈ ഒരു കളറാകുന്നവരെ നന്നായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് ടോസ്റ്റ് ചെയ്താൽ മതി, ഒരു ഫുൾ ഫ്ലെയിമിലൊന്നും ഇടണ്ട. അപ്പോൾ ചെറിയൊരു കളർ മാറ്റവും ആ ഒരു കുരുമുളകിൻ്റെയൊക്കെ ആ ഒരു ഫ്ലേവറും മുട്ടയിലൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിത് കോരി മാറ്റി വയ്ക്കാം. അതേ സെയിം എണ്ണയിലേക്ക് തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ നല്ല ജീരകം ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കണം. അപ്പോൾ നല്ല ജീരകം ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ ആട്ടോ ഇതിന്. പിന്നെ അതിൻ്റെ കൂടെ നമ്മളൊരു 3 മീഡിയം സവാള ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തതാണ്, അത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി സവാളയ്ക്ക് നന്നായിട്ട് ഈ ഒരു എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. വെന്തിട്ട് അതിൻ്റെ ഒന്ന് നന്നായിട്ട് വഴണ്ട് തുടങ്ങണം കേട്ടോ. ആ ഒരു പരുവം വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അത് കഴിയുമ്പോഴാണ് നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ആ ഒരു പേസ്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിതിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 1.5 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഒരു 2-3 പച്ചമുളകും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പച്ചമുളകും കറിവേപ്പിലയും കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കഴിയുമ്പോൾ നമ്മളിതിലേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തക്കാളി ഡയറക്റ്റ് അല്ല, 2 മീഡിയം തക്കാളി ഇതുപോലെ വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ആ അരച്ച തക്കാളിയും കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണേ. അപ്പോൾ തക്കാളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. തക്കാളിയുടെയൊക്കെ ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് മാറുന്നവരെ, പിന്നെ അതുപോലെ തന്നെ ആ ഒരു ഗ്രേവിയിൽ നന്നായിട്ട് എണ്ണ തെളിയുന്നിടം വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ ഒരു സമയത്തിന് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തേക്കാം. ഇനി നന്നായിട്ട് എണ്ണ തെളിയുന്നിടം വരെ നന്നായിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് ഏകദേശം ഒരു 1.5 മിനിറ്റൊക്കെ കഴിയുമ്പോൾ റെഡി ആയിട്ടുണ്ടാവും. ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇത് പെപ്പർ റോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരു 2.5 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂണിൻ്റെ 1/2 ടീസ്പൂണിൻ്റെ നടുക്കളവിൽ ഗരം മസാലയാണ് ചേർക്കുന്നത്. നമ്മളിതിലേക്ക് എരിവിനായിട്ട് ആകെ പച്ചമുളകും കുരുമുളക് പൊടിയും മാത്രമാണ് ചേർക്കണുള്ളൂ. ഈ ഒരു ഗ്രേവിയുടെ കളർ ഒരു ചെറിയൊരു ലൈറ്റ് ബ്രൗൺ കളറാണ് ഇരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുരുമുളക് പൊടി കൂടുതൽ ഇടുന്നതുകൊണ്ടാണ് ആ ഒരു കളറിലിരിക്കുന്നത്. അതാണ് ആ ഒരു മസാലയുടെ ടേസ്റ്റും. വേറെ പൊടികളൊന്നും ഇതിലേക്ക് ചേർക്കണ്ട. ഇട്ട് കൊടുത്ത ആ പൊടികളൊക്കെ നന്നായിട്ട് വഴണ്ട് കഴിയുമ്പോൾ വല്ലാണ്ട് ഡ്രൈ ആയി പോവുകയാണെന്ന് തോന്നിയാൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ ആ ഒരു ഗ്രേവിയുടെ തിക്നെസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. വളരെ കുറച്ച് മാത്രം ഒഴിച്ചാൽ മതി, ഒരുപാടൊന്നും ഒഴിക്കണ്ട. ഇനി നമുക്ക് നേരത്തെ ടോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ മുട്ടകളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് ചെറിയൊരു മിക്സ് ആ ഒരു ഗ്രേവിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് മുട്ട പൊതിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി, ഒരുപാടൊന്നും മിക്സ് ചെയ്യേണ്ട. മുട്ടയുടെ ഉള്ളിൽ നിന്ന് ആ ഒരു മഞ്ഞ പോർഷൻ വിട്ടു പോകാതെ രീതിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അത് ഉടനെ തന്നെ സെർവ് ചെയ്യുക. ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടെ ഒന്ന് മുകളിൽ സ്പ്രെഡ് ചെയ്തേക്കാം കേട്ടോ. അതും ഒരു പ്രത്യേക ഫ്ലേവറായിരിക്കും. പിന്നെ ഈ ഒരു കറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയാണെന്നുണ്ടെങ്കിലും പൊറോട്ടയുടെ കൂടെയാണെന്നുണ്ടെങ്കിലും നല്ല അടിപൊളി കോമ്പിനേഷനാണ്. ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ പേജ് ലൈക്ക് ചെയ്തിട്ട് ഒന്ന് ഫോളോ ചെയ്തേക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. വീണ്ടും നല്ല അടിപൊളി വീഡിയോസായിട്ട് ഇനി കാണുന്നവരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ.